ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് നെയ്പ്പത്തിലും തേങ്ങരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി നെയ്പ്പത്തിന് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുഴുങ്ങലരി നമുക്കൊന്ന് ഒതുക്കിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കാരണം അരി ആദ്യം തന്നെ നമ്മളൊന്ന് അരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ വല്ലാണ്ട് നൈസായി അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊരു തരിതരിയോട് കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ലൂസായി കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. നമ്മൾ ഇതിലേക്ക് മൈദ ഇട്ടിട്ട് ഒന്നിത് മുറുക്കിയെടുക്കും, അതായത് ഇങ്ങനെ ടൈറ്റാക്കി എടുക്കും. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ രാവിലെ തന്നെ ഫെമോൾ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് വിളിക്കാനൊന്നും കാത്തിക്കില്ല. സാധാരണ 8 മണിയായാലും എണീക്കില്ല സ്കൂളിൽ പോകുന്ന ദിവസം. ഇന്നെന്തോ നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ നെയ്പ്പത്തിന് വേണ്ടിയിട്ട് മാവ് നല്ലപോലെ തന്നെ മുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടാണ് അത് അരി അരക്കാൻ നിന്നത്. കാരണം അപ്പോഴേക്കും ഇത് തിളച്ചോളല്ലോ. അത് തിളച്ചതിന് ശേഷം മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. കാരണം റൈസ് കുക്കറിൽ വേവുന്നതുകൊണ്ട് ഇപ്പോൾ വെച്ച് കൊടുത്താൽ നമ്മൾ മറ്റുള്ള പണിയൊക്കെ ആക്കുമ്പോഴത്തേക്കും ഇതങ്ങ് റെഡി ആയിക്കോളും. അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പം ഫെർമോൾ സ്കൂളിൽ ചോറ് കൊണ്ടുവന്നില്ല കേട്ടോ. മിനിഞ്ഞാന്ന് ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുള്ള ചോറ് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് കൊടുത്തു വിടുന്നതെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് കൊടുത്തില്ല, അവിടെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇന്ന് പയറാണുള്ളത്, അതൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടെടുക്കാം കേട്ടോ. അങ്ങനെ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിയാക്കാം. ഞാൻ പറഞ്ഞില്ലേ തേങ്ങ കറിയാണ് വെക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഇത്തിരി കുഞ്ഞുള്ളിയോ അല്ലെങ്കിൽ വെല്ലുള്ളിയോ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നാൽ തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്നിത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് തേങ്ങയിൽ മഞ്ഞൾ, മുളക്, മല്ലി, വലിയജീരകം ഇട്ടിട്ട് നന്നായി അരച്ചതാണ് അത് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഈ ജാറിൽ തന്നെ ഒഴിച്ചിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ചോറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു, അതവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വന്നാൽ നമുക്കത് ഇറക്കി കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ, അതിനിപ്പോൾ ഉപ്പേരിയാക്കി എടുക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പയറും അതിൽ കുറച്ച് ഞാൻ ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് നെയ്പ്പത്തിൽ ചുട്ടെടുക്കാം കേട്ടോ. ഇങ്ങനത്തെ നെയ്പ്പത്തിൽ ഇങ്ങനെ കറിയില്ലാണ്ട് തിന്നാൽ തന്നെ നല്ല രസമാണ് കേട്ടോ. എന്താ വെച്ചാൽ തരിതരിയോട് കൂടിയിട്ടുള്ള ഉള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പുറമേ നല്ല മുരിഞ്ഞ് നെയ്പ്പത്തിലാകുമ്പോൾ നമുക്ക് കാപ്പിക്കോ ചായക്ക് കൂട്ടാൻ നല്ല രസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ചുട്ടെടുക്കട്ടെ. അങ്ങനെ
നെയ്പ്പത്തിൽ ചുടുന്നതിൻ്റെ ഇടയിൽ മോക്ക് സമയമായിട്ടാണ് പോവാൻ. അപ്പോൾ അവൾ വേഗം തന്നെ ചായ കുടിക്കുകയാണ്. അങ്ങനെ പയറൊന്ന് ഏകദേശം ഒന്ന് വേവായി വന്നപ്പോൾ ഞാനതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് നുറുക്കിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടാൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് അവിടെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നെയ്പ്പത്തിലും കാര്യങ്ങളൊക്കെ പുള്ളി ചുട്ട് മോക്കും പറമ്പോള് പോയി. ഇനി ഫെമോക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊന്നും സമയമില്ലേനു. ഒന്നാമത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ഫോണിങ്ങനെ കൊണ്ടുപോയി വെച്ചത് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് പോവും. അങ്ങനെ മോളെ ഇതാ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കാരണം 9:35 ബസ്. ആ ഒരു സമയത്തേക്ക് ബസ് വരും. അപ്പം അവിടെ ചെന്ന് നിന്ന് 2 മിനിറ്റ് ആയില്ല കേട്ടോ. അപ്പോഴേക്കും ബസ് വന്നു. ഇത്തിരി നേരത്തെ വന്നു, 9:30 വന്നു. അപ്പോൾ അവളെയൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ വന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇനിയാണ് യുദ്ധം. നമുക്ക് അടുക്കള ഒന്ന് മൊത്തത്തിലൊന്ന് ഒതുക്കി പെറുക്കി എടുക്കണം കേട്ടോ. കാരണം എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ടാവും. നമുക്കൊന്ന് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം. ഇന്ന് പിന്നെ മോന് ഭയങ്കര കച്ചറേനു കേട്ടോ. രാവിലെ മുതലേ ഇന്ന് ഭയങ്കര കരച്ചിലേനു. എണീറ്റ് വന്ന് എന്താ പറയുക, ചായ കൊടുത്ത ടൈം മുതൽ അങ്ങോട്ടേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താണെന്നറിയില്ല, ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെയാന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓനെ ഇതാക്കാനും പോവും. പിന്നെ കരഞ്ഞിങ്ങനെ പുറകെ നടക്കും. അന്നപ്പോൾ കുറച്ച് നേരം എടുത്ത് വെക്കും. ഇങ്ങനെയൊക്കെ കൂടി കേട്ടോ ദിവസം. ഇന്നത്തേത് പോയത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പാത്രം കഴുകി എടുക്കാനുണ്ട്. അതുകൂടി കഴുകി എടുക്കാം കേട്ടോ. പിന്നെ കറിയാക്കിയിട്ടില്ല. പിന്നെ ബീഫ് കൊണ്ടുവച്ചിട്ടുണ്ട്, അതും കൂടി വെക്കണം. പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മോനിങ്ങനെ ഇതാക്കുന്നത് കൊണ്ടും ഫോണിങ്ങനെ എല്ലാം അവിടെ ഇങ്ങനെ കൊണ്ടുവെക്കണം. അപ്പോൾ അതൊരു ഭയങ്കര ടൈം പിടിച്ച പണിയാണ്. അപ്പോൾ ചോദിക്കും എന്തിനാ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടി വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുകയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ വന്ന് നിന്ന് കരയുന്നത്. അപ്പം നമ്മളിവിടെ പാത്രം കഴുകുന്ന അവിടെ നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം അവനെടുത്ത് എന്നിട്ട് പിന്നെ ഇതാക്കി അങ്ങനെയാണ്. അങ്ങനെ ഒരുവിധ ആ പാത്രം അവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. എല്ലാ വീട്ടമ്മമാരുടെ സ്ഥിതിയും ഇതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ വീഡിയോ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കാരണം നമ്മളിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ടെടുക്കും. നമുക്ക് മറ്റുള്ളവരെ പോലെ ഒരു എന്താ പറയുക, ഇന്നവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, അടിക്കുന്നു, തുടക്കുന്നു, തൂക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ പണി. ഇത് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ഇതാ കറിക്ക് വേണ്ടിയിട്ട് വെള്ളരി ഒന്ന് തൊലി കളഞ്ഞ് നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ കുക്കറിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിയിൽ നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക്
ബീഫൊന്ന് അരിഞ്ഞെടുക്കാം. ബീഫ് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ കറിക്ക് വേണ്ടിയുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് കുക്കറിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വറവിട്ടെടുക്കാം. പിന്നെ ബീഫൊക്കെ കഴുകിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇറച്ചി മസാല ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് വിസിൽ വന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ പിന്നെ നന്നായിട്ട് പെട്ടെന്ന് വേവായി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.